കണക്കെന്ന സബ്ജക്റ്റ് എന്ന് പറയുമ്പോഴേ പൊതുവേ സ്കൂൾക്ക് പൊതുവെ പാടുള്ള ഒരു സബ്ജക്റ്റാണ് കണക്ക്. ആണോ അല്ലയോ? കണക്ക് പാടല്ലേ, നല്ല പാടുള്ള സബ്ജക്റ്റാണ് കണക്ക്. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് കണക്കെനിക്ക് പൊതുവെ പാടുള്ള ഒരു വിഷയമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അത് 4ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ സ്കൂളിൽ എന്നെ കണക്ക് പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. എൻ്റെ ക്ലാസ് ടീച്ചറും ഒന്ന് തന്നെയായിരുന്നു, കണക്ക് ടീച്ചറും ഒന്ന് തന്നെയായിരുന്നു സ്കൂളിൽ. അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്, മറ്റൊന്നുമല്ല, സ്കൂളിൽ കണക്ക് പഠിപ്പിക്കും, അതുപോലെ ഹോംവർക്ക് തരും. അമ്മ ഇപ്പോഴത്തെ കാര്യമല്ല, കുറേ വർഷങ്ങൾ മുമ്പുള്ള കാര്യമാണ്. കണക്ക് തരും, പഠിപ്പിക്കും, ഹോംവർക്ക് തരും. ഈ ഹോംവർക്ക് ചെയ്യാതെ ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ നിന്നും ചന്തിക്ക് നല്ല ചൂടൽ കഷായം കിട്ടുമായിരുന്നു. സ്കൂളിൽ നല്ല ചൂടൽ കഷായം കിട്ടും. എന്തിനാണ് പറഞ്ഞു, അമ്മയുടെ ചൂടൽ കഷായം കിട്ടി ചന്തിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതുപോലെ ചൂടൽ കഷായം തരുന്ന ഒരു ടീച്ചറായിരുന്നു എൻ്റെ അമ്മ. അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. കണക്ക് ടീച്ചറുമായിരുന്നു, ക്ലാസ് ടീച്ചറുമായിരുന്നു, രണ്ടുമാനായിരുന്നു. നല്ലതുപോലെ അട്ടിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. എങ്കിലും അതുകൊണ്ട് കണക്കൊക്കെ കേട്ടോ അട്ടിക്കൊണ്ട് പലപ്പോഴും ചന്തിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കണക്കിലെ സംഭവങ്ങൾ പലതും ഇന്നും കാണാൻ പാടാവട്ടെ. മനസ്സിൽ നല്ലതുപോലെ അറിയാം കണക്കിലെ പല കാര്യങ്ങളും. സമവാക്യം ശതമാനമായാലും അംശം തൊഴിലൊന്നും മറന്നു പോയിട്ടില്ല. അതൊക്കെ മനസ്സിൽ നല്ലതുപോലെ പതിഞ്ഞു.